ഗോവിന്ദച്ചാമിയുടെ ഇഷ്യൂ വന്നപ്പോൾ മറ്റേ ചർച്ചകൾ അവിടെ നിന്നുപോയി എന്നുള്ളതാണ് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരിതാണ് ഗോവിന്ദച്ചാമിയുടെ ചാട്ടം. ആ കമ്മ്യൂണിസത്തിൽ നിന്ന് ക്യാപിറ്റലിസ്റ്റിലേക്ക് എത്തിയതിൻ്റെ ഒരു അപജയമാണ് നമ്മളിവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഈ വാരത്തിൽ കണ്ട പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു, ഒരു ഡിറ്റക്റ്റീവ്, ഒരു ക്രൈം ത്രില്ലർ മൂവി കാണുന്ന ഫീലോടെ കൂടി കണ്ടതായിരുന്നു TMC നേതാവായ PV അൻവറിൻ്റെ ഗോവിന്ദച്ചാമി ജയിൽ ചാട്ടത്തിൻ്റെ പുനരാവിഷ്കരണം. അത് ശരിക്കും പറഞ്ഞാൽ വാർത്താ മാധ്യമങ്ങളിലൊക്കെ അല്ലെങ്കിൽ PR സംവിധാനങ്ങളിലൊക്കെ വലിയ തോതിൽ റീച്ച് ചെയ്ത ഒരു സംവിധാനമായിരുന്നു. വലിയ തോതിലുള്ള പ്രേക്ഷകരുണ്ടായിരുന്നു, വലിയ തോതിലുള്ള അഭിപ്രായങ്ങളുണ്ടായിരുന്നു, ഇതെല്ലാം ഉണ്ടായിരുന്നു. ശരിക്കും ഈ PV അൻവർ ലക്ഷ്യം വയ്ക്കുന്നത് കേവലം ഒരു പിണറായി വിജയനോടോ അല്ലെങ്കിൽ ആ ആഭ്യന്തര വകുപ്പിനോടോ ഉള്ള ഒരു നീക്കമാണോ? അല്ല, അതിനെപ്പറ്റി വിശദീകരിച്ച് പറയുകയാണെങ്കിൽ പല വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അൻവർ അവിടെ ഉദ്ദേശിച്ചത് തീർച്ചയായിട്ടും ആഭ്യന്തര വകുപ്പിനോടുള്ളത്. അതിൻ്റെ ഉള്ളിൽ പലതും വരുന്നുണ്ട്. അതായത് ഒരിക്കലും ഗോവിന്ദസ്വാമിക്ക് ഒറ്റയ്ക്ക് കയറിയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് വാർത്ത വളരെ പലരും, ഞാനടക്കം വിശ്വസിക്കുന്നുണ്ട്. അതായത് ആ ഒറ്റ കൈ വെച്ചുകൊണ്ട് ഇത്ര ഇതിൽ കയറിയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളൂ. പിന്നെ ഇത്രയും വലിയൊരു കമ്പി മുറിച്ചെടുക്കുന്ന ഒരു ആക്സോ ബ്ലേഡ് കൊണ്ട് ഇത്രയും നാളെടുത്തിട്ട് ഉപ്പ് വെച്ച് തേച്ച് പിന്നെ തുണി എങ്ങനെ അകത്ത് കൊണ്ടുപോയിട്ട് കെട്ടിവെച്ചു. വാളിൽ തീർച്ചയായിട്ടും ഇൻസ്പെക്ഷനുള്ളപ്പോൾ ഇതൊക്കെ കാണണ്ടല്ലേ. സഹായം കിട്ടിയിട്ടുണ്ടോ എന്നുള്ള സംശയങ്ങൾ അവിടെ ഉണ്ട്. ചിലത് പുറത്തു വരുന്നുണ്ട്. അതിൽ CPM-നടക്കം അതിൽ ചിലരുടെ സഹായങ്ങൾ ഇവന് അനുകൂലമായിട്ട് കിട്ടിയിട്ടുണ്ട്. ചില അജണ്ടകൾ ഉണ്ടായിരുന്നുള്ളൂ. അജണ്ട ഒരുപക്ഷെ പറയപ്പെടുന്നത്, നമുക്കതിൻ്റെ സ്ഥിരീകരണമൊന്നുമില്ല, ഈ അച്യുതാനന്ദൻ വിഷയം മരണത്തിന് ശേഷം വളരെ കാര്യമായി CPM-ന് എതിരായിക്കൊണ്ടുള്ള ഇപ്പോൾ പല വാർത്തകളും വന്നു. ആലപ്പുഴ സമ്മേളനത്തിൽ നിന്ന് അദ്ദേഹം ആരോടും നോക്കാതെ തലകുനിച്ച് ഇറങ്ങിപ്പോയി. അതിന് പറഞ്ഞ വാക്കുകളെക്കുറിച്ചൊക്കെയുള്ള വാക്കുകളും ബാക്കിയൊക്കെ പുറത്തു വന്നു കഴിഞ്ഞു. മാത്രമല്ല അതിനെ അനുകൂലിച്ചുകൊണ്ട് സുരേഷ് കുറുപ്പിനെ പോലുള്ള ഒരാൾ പറയുമ്പോൾ അതിന് ആധികാരികത കൊണ്ട് സാധാരണ ഒരു ഇതല്ല. മറ്റൊരാൾ പറഞ്ഞെങ്കിലും അത് ശരിയായിരുന്നു എന്ന് സുരേഷ് കുറുപ്പ് പറയുമ്പോൾ മുരളിയാണ് അത് ആദ്യം പറഞ്ഞത്. പക്ഷേ സുരേഷ് കുറുപ്പിനെ സംബന്ധിച്ച് പാർട്ടിക്കകത്തും ജനങ്ങൾക്കിടയിലും കുറച്ചൊരു ജനകീയ മുഖണ്ട്. അദ്ദേഹം വളരെ കൃത്യതയോടുകൂടി ഒരു നല്ല ഇതായിട്ടാണ് വലിയൊരു തട്ടകമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അത് സ്ഥിരീകരിക്കുമ്പോൾ അത് പാർട്ടിക്കകത്ത് വലിയ പ്രശ്നങ്ങളാണ്, ചർച്ചയുണ്ട്. ഒരുപക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി ഏത് സബ്ജക്റ്റും അധികം നിലനിൽക്കാതിരിക്കാൻ പുതിയൊരു തന്നെ വരുമല്ലോ. അപ്പോൾ അതിനുണ്ടാക്കിയപ്പോൾ ഇതുകൂടി ഇത് ചേർത്ത് വന്നാണോ എന്നൊക്കെ സംശയിക്കുന്നതിലേക്ക് ഉള്ള ചർച്ചകൾ വരുന്നുണ്ട്. CPM-ന് ഈ ഗോവിന്ദച്ചാമിയുടെ ചാട്ടത്തിൽ അല്പം കൂടെ വ്യക്തമായി പറഞ്ഞാൽ VS അച്യുതാനന്ദൻ്റെ ആ പ്രകീർത്തനം അല്ലെങ്കിൽ ആ പേരുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ മഹത്വവൽക്കരണത്തെ എങ്ങനെയും ബ്ലോക്ക് ചെയ്യുക എന്നുള്ള ചില നിക്ഷിപ്ത താല്പര്യങ്ങൾ അവിടെ പ്രവർത്തിച്ചു എന്നാണ് പറഞ്ഞു വരുന്നത്. അല്ല, പുറത്തു വരുന്ന ചർച്ചകളെ ഞാൻ പറഞ്ഞു. തീർച്ചയായും പൂർണ്ണമായി നമുക്ക് പറയാൻ പറ്റില്ല. അത്തരത്തിലുള്ള ചർച്ചകൾ പലതും CPM-നെതിരെ പുറത്തു വരുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. നമുക്കത് തെളിവില്ലാതെ നമുക്കൊന്നും ഇത് സ്ഥിരീകരിക്കാൻ പറ്റില്ല. അപ്പോൾ ഏതാണെങ്കിലും ഈ ഗോവിന്ദച്ചാമിയുടെ ഇഷ്യൂ വന്നപ്പോൾ മറ്റേ ചർച്ചകൾ അവിടെ നിന്നുപോയി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരിക്കും യഥാർത്ഥത്തിൽ പറയുമ്പോൾ നമ്മൾക്ക് ഒരു എന്താ പറയുക, ഒരു ഘടകത്തിൽ പോലും, കാരണം ഇവരിപ്പോൾ ഈ സംഭവത്തിന് ശേഷം PV അൻവർ ഈ പുനരാവിഷ്കരണ ഇത് കാണിച്ച ഡെമ്മി പരീക്ഷണമെല്ലാം കാണിച്ചതിന് ശേഷവും ജയിൽ വകുപ്പ് പുറത്തുവിട്ട ചില ചിത്രങ്ങളും CCTV ദൃശ്യങ്ങളും പോലും വീണ്ടും സംശയം ജനിപ്പിക്കുന്നതായിരുന്നു. അപ്പോൾ ഈ തരത്തിൽ പറയുമ്പോൾ ഈ പറയുന്ന ആക്ഷേപങ്ങളോട് നമ്മുടെയും സാമാന്യ ബുദ്ധിയെ ചേർത്ത് വയ്ക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അല്ല, നമുക്ക് സംശയിക്കേണ്ടി വരും. ഇങ്ങനെയുള്ളത് കാണുമ്പോൾ നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരിതാണ് ഗോവിന്ദച്ചാമിയുടെ ചാട്ടം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സംശയിക്കേണ്ടി വരികയാണ്. സാധാരണ ഏത് വിഷയത്തിലും എടുത്തിയാടി അഭിപ്രായങ്ങൾ പുറത്തുവിടുന്ന ആളായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അതുപോലെ തന്നെ പിടിവിട്ട് കഴിയുമ്പോൾ സ്വന്തം വകുപ്പിനെതിരെ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ആദ്യം അവതരിപ്പിക്കുന്ന ആളായിരുന്നു പിണറായി വിജയൻ. ഇവരൊന്നും ഈ വിഷയത്തിൽ ഈ പറയുന്ന കാര്യം സാർ ഇപ്പോൾ പറഞ്ഞു വെച്ചതുപോലെ തന്നെ ഇത്തരം വിഷയത്തിൽ ഒരു ക്ലാരിറ്റി കൊടുക്കുന്നതിനോ ഇതിന് ഇപ്പോഴും തയ്യാറായിട്ടും ഇല്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ചില കാര്യങ്ങളിൽ മൗനം ഭൂഷണം അതാണ് ഏറ്റവും നല്ലത്. കാരണം പറഞ്ഞാൽ അത് ചിലപ്പോൾ അതിൻ്റെ മറുവശം വേറെയായിട്ട് ന്യായീകരിക്കപ്പെടും. അപ്പോൾ അതുകൊണ്ട് മിണ്ടായിരുന്നാൽ
2 ദിവസത്തെ കാര്യമല്ല, 2 ദിവസം കഴിയുമ്പോൾ അതൊക്കെ അതിൻ്റെ നിൽക്കും എന്നുള്ളത് അതുകൊണ്ടും ആയിരിക്കാം. അല്ലെങ്കിൽ പറയാനൊന്നുമില്ല അതിൽ. തീർച്ചയായും. ഇപ്പോൾ ഓൾറെഡി ആഭ്യന്തര വകുപ്പിൻ്റെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, അവിടെ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. അതിന് ചാർജുണ്ടായിരുന്ന ആളെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള നടപടികളൊക്കെ പോയിട്ട് ഗവൺമെൻറ് അതിന് സീരിയസ് ആയിട്ടുള്ള കൺസിഡർ ചെയ്തിട്ടുണ്ട്, നടപടികൾ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക. ഏതായാലും VS എന്ന സമരമുഖത്തെ അല്ലെങ്കിൽ ആ പ്രഭാവത്തെ ഊതിക്കെടുത്താനുള്ള ഒരു ശ്രമത്തെ ഒരിക്കലും കേരള സമൂഹം അല്ലെങ്കിൽ കേരളത്തിൻ്റെ ആ മനസാക്ഷി ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഏതായാലും സാറ് അവസാനിപ്പിച്ചോടത്ത് തന്നെ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഇത്തരത്തിലുള്ള മൗനം അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് ഭൂഷണമായി മാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഭാവിക്ക് രാഷ്ട്രീയമായിട്ടോ അല്ലെങ്കിൽ ഭരണപരമായ അത്ര ഭാവിക്ക് തന്നെ വലിയ തോറൊരു ഭീഷണിയായി തീരും എന്ന് തന്നെയാണ് അനുമാനിക്കാൻ കഴിയുക. അല്ല, എനിക്കതിൽ പറയാനുള്ളൊരു അഭിപ്രായം, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, കമ്മ്യൂണിസം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിന് ചില മാനങ്ങളുണ്ട്. അതിന് ഏതൊരാളും അത് കമ്മ്യൂണിസത്തിൻ്റെ ഇത് നഷ്ടപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതിലേക്ക് എത്തിയിരിക്കുകയാണ്. അതാണ് അതിൻ്റെ ഇന്നത്തെ ഇതെല്ലാം അന്തസ്ഥയില്ലാതെ. അപ്പോൾ ഇന്ന് ആ കമ്മ്യൂണിസത്തിൽ നിന്ന് ക്യാപിറ്റലിസത്തിലേക്ക് എത്തിയതിൻ്റെ ഒരു അപജയമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ സമൂഹം, അതായത് ഇപ്പോൾ യുവതലമുറ എന്ന് പറഞ്ഞാലും അവരാണല്ലോ ഇതിനെതിരൊക്കെ എതിർക്കേണ്ടവരും വരില്ല. പക്ഷേ അവർ ക്യാപിറ്റലിസ്റ്റ് ചിന്താഗതിയിൽ വരുന്നവരാണ്. തീർച്ചയായും ഇത് എന്തെങ്കിലും മെച്ചങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ട് രാഷ്ട്രീയത്തിൽ വരുന്നവരാണ്. അപ്പോൾ ആ അപജയമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അതിന് പഴയ തലമുറയിലുള്ള നേതാക്കൾക്ക് മാറ്റണമെന്ന് വിചാരിച്ചാലും ഒരു പരിധി ഉണ്ട്, അതിനപ്പുറം പോകാൻ പറ്റില്ല, രക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതാണ് ഉണ്ടായിട്ടുള്ളത്. കേരളത്തിൻ്റെ ഭാവി, അതായത് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലെ മാനസികാവസ്ഥ, അതല്ലെങ്കിൽ എപ്പോഴും ഒരു സംശയത്തിൻ്റെ മുനയിൽ നിൽക്കുന്ന ഭരണകൂടം, ഇതെപ്പോഴും പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കിക്കൊണ്ടേയിരിക്കും. ജനകീയമായ വിഷയങ്ങളെത്തിയാൽ അതിന് പരിഹാരം കാണാൻ ഇത്തരത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നാൽ അതിന് സാധിക്കില്ല എന്നുള്ള തിരിച്ചറിവ് ഭരണകൂടത്തിന് ഉണ്ടാകണം. ജനങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ പൗരന്മാരെ മുഖവിലക്കെടുത്തുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾക്ക് വില കൊടുത്തുകൊണ്ട് ജനങ്ങളോടൊപ്പം നിൽക്കാൻ കഴിയുന്ന ഒരു ഭരണ സംവിധാനം കേരളത്തിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. വരുന്ന വാരത്തിൽ കൂടുതൽ വിശേഷങ്ങളുമായി നിലപാടിൻ്റെ അടുത്ത എപ്പിസോഡിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.